ഹലോ ഗൈസ്, വെൽക്കം ടു എച്ച് ടു എച്ച് ആം. ഇന്നത്തെ വീഡിയോ പറയാൻ പോകുന്നത് ജംബോ എന്ന് പറയുന്ന ഫാൻറ്റസി ആപ്ലിക്കേഷനെ പറ്റിയാണ്. ഞാൻ ഇതുവരെ ഒരു ഫാൻറ്റസി ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് വീഡിയോ ഉണ്ടാക്കിയിട്ടില്ല. പക്ഷേ ദിസ് ഈസ് എ ഗെയിം ചേഞ്ചിങ് പ്ലാറ്റ്ഫോം. അതുകൊണ്ട് മാത്രമാണ് ഇതിനെപ്പറ്റി വീഡിയോ ചെയ്യുന്നത്. വൺസ് ഇൻ എ ലൈഫ് ടൈം ഓപ്പർച്യൂണിറ്റിയാണ്. നോ ലോസ് ഫാൻറ്റസി ആപ്ലിക്കേഷനാണ്. ഓക്കെ, എന്തുകൊണ്ടാണ് നോ ലോസ് എന്ന് പറയാൻ കാരണം നമുക്ക് നോക്കാം. ഇന്ത്യയിലെ തന്നെ ഫസ്റ്റ് എവർ നോ ലോസ് ഫാൻറ്റസി ആപ്ലിക്കേഷനാണ്. അതേപോലെ എന്താണ്, ഇപ്പോൾ നിലവിൽ കോമ്പറ്റീഷനും കുറവാണ്. ഇനീഷ്യൽ ഫേസാണ്. മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഇതിനകത്ത് പല ഗെയിംസ് കാണാൻ പറ്റും. ജംബോ ഫാൻറ്റസി, ലെവലപ്പ്, ജാക്ക് പോട്ട്, ഇതൊന്നും കളിക്കരുത്. നമ്മളുടെ ഫോക്കസ് ഉള്ളി ജംബോ ഫാൻറ്റസിയാണ്. അതായത് നമ്മൾ നോർമൽ ഡ്രീമിൽ അതാണ് പറയുന്നത് ഫാൻറ്റസി. ഓക്കെ, ഫാൻറ്റസി ക്രിക്കറ്റ്, ഫാൻറ്റസി ഫുട്ബോൾ, അത് മാത്രമേ നമ്മൾ കളിക്കുന്നുള്ളൂ. ബാക്കി ജാക്ക് പോട്ടോ ലുഡോയോ അങ്ങനെ ഒരു സാധനവും കളിക്കരുത് ദയവ് ചെയ്ത്. ഓക്കെ, അതിലേക്കൊന്നും പോരുത്. ഫോക്കസ് ഒള്ളി ഓൺ ജംബോ ഫാൻറ്റസി. ഇതാണ് ജംബോ ആപ്പിൻ്റെ ഇൻ്റർഫേസ്. ഓക്കെ, ഈ ഒരു ജംബോ ആപ്പിൻ്റെ സ്പെഷ്യാലിറ്റി എന്താണെന്ന് നോക്കാം. അതായത് ഇപ്പോൾ ഞാൻ ഇതിനകത്തിൽ ഒരു 10 രൂപ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് 2 കാര്യങ്ങൾ കിട്ടും. 10 രൂപയുടെ ഷോപ്പിംഗ് കൂപ്പണും കിട്ടും. അതേപോലെ 10 രൂപ എനിക്ക് ഫാൻറ്റസി സ്പോർട്സ് കളിക്കാനുള്ള ക്യാഷും കിട്ടും. 100 രൂപ ആഡ് ചെയ്താൽ എനിക്ക് 100 രൂപ ഷോപ്പിംഗ് ക്യാഷും കിട്ടും. 100 രൂപ എനിക്ക് ഫാൻറ്റസി കളിക്കാനുള്ള ക്യാഷും കിട്ടും. അപ്പോൾ ഇതിനകത്ത് പല പ്രോഡക്റ്റ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ ഞാൻ 99 രൂപ ആഡ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഇതിനകത്ത് മൊബൈൽ സ്റ്റാൻഡ്. ഓക്കെ, 99 രൂപ ആഡ് ചെയ്യുമ്പോൾ എനിക്ക് 99 രൂപ ഫാൻറ്റസി കളിക്കാനും കിട്ടും. അതേപോലെ 99 രൂപ ഷോപ്പിംഗ് വൗച്ചറും കിട്ടും. ആ 99 രൂപ ഷോപ്പിംഗ് വൗച്ചർ കൊണ്ട് എനിക്കൊരു സാധനം മേടിക്കാം. അതേപോലെ ഒരുപാട് സാധനങ്ങൾ ഇതിലുണ്ട്. എത്രയാണോ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത് അത്രയും രൂപയുടെ ഷോപ്പിംഗ് വൗച്ചറും കിട്ടും. ഫാൻറ്റസി കളിക്കാനുള്ള ക്യാഷും കിട്ടും. ഇതിൻ്റെ ഒരു ഷോപ്പിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 19 രൂപയ്ക്ക് മൊബൈൽ റീചാർജ് ഉണ്ട്. അതായത് നിങ്ങൾക്കിപ്പോൾ ഫോൺ റീചാർജ് ചെയ്യണം. എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി ഗൂഗിൾ പേ എടുത്ത് ഫോൺ റീചാർജ് ചെയ്യും. അതിന് പകരം 19 രൂപ ഇതിനകത്തിൽ ആഡ് ചെയ്തിട്ട് ഇതിൽ നിന്ന് ഷോപ്പിംഗ് ചെയ്ത് ആ റീചാർജും ചെയ്യൂ. അതേപോലെ 19 രൂപ നിങ്ങൾക്ക് ഫാൻറ്റസി കളിക്കാനും കിട്ടുകയാണ്. അതായത് നിങ്ങൾ എത്ര ഇടുന്നോ അത്രയും എമൗണ്ടിൻ്റെ ഷോപ്പിംഗ് വൗച്ചറോട് കിട്ടുകയാണ്. ദാറ്റ് ഈസ് നിങ്ങൾ ഫാൻറ്റസി കളിച്ച് തോറ്റു പോയാലും കുഴപ്പമില്ല. ഫാൻറ്റസി കളിച്ച് ജയിച്ച് കഴിഞ്ഞാൽ ആ പൈസ വിഡ്രോ ചെയ്യാം. അതേപോലെ സാധനം വാങ്ങിക്കുകയും ചെയ്യാം. ഫാൻറ്റസി കളിച്ച് തോറ്റ് കഴിഞ്ഞാലോ ആ ക്യാഷ് പോയി, പക്ഷേ നിങ്ങൾക്ക് ഷോപ്പ് ചെയ്യാം. ഡ്രീം ഇലവനിലാണെങ്കിൽ എന്ത് കിട്ടും? നിങ്ങൾ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തു, ലോസ് ആയാൽ പോയി, എമൗണ്ട് പോയി. ഇവിടെ ലോസ് ആയാലും വിന്നായാലും ഗെയിനാണ്. കാരണം ലോസ് ആയാൽ ഷോപ്പ് ചെയ്യാം, വിന്നായാലും ഷോപ്പും ചെയ്യാം, അതേപോലെ ക്യാഷ് വിഡ്രോയും ചെയ്യാം. അങ്ങനെ പല സാധനങ്ങളുണ്ട്. 2499 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്മാർട്ട് വാച്ച് വാങ്ങിക്കാം. വേ പ്രോട്ടീൻ ഉപയോഗിക്കുന്നവർക്ക് അത് വാങ്ങിക്കാം. അതേപോലെ ഇയർബഡ്സ് ഉണ്ട് 1415. അങ്ങനെ ഗോൾഡ് കോയിൻ ഉണ്ട്. അങ്ങനെ പല സാധനങ്ങളുണ്ട്. ഇതിൻ്റെ ഒരു ഫുൾ ഷോപ്പ് നോക്കിക്കഴിഞ്ഞാൽ യു ക്യാൻ സീ ഹിയർ. അതായത് നിങ്ങളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് എപ്പോഴെങ്കിലും 40 lakhs ആവുകയാണെങ്കിൽ ഈ മഹീന്ദ്ര താർ നിങ്ങൾക്ക് വാങ്ങിക്കാം. അതേപോലെ ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. ഇതൊന്നും നോക്കണ്ട. കുറച്ചുകൂടെ താഴോട്ട് പോയി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി ഒരു അറ്റ്ലീസ്റ്റ് ഒരു പൾസർ 1 ഇയറിൽ നമ്മൾ ടോട്ടൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ട് എങ്ങനെ പോയാലും ഒരു 3 lakh അല്ലെങ്കിൽ 1 lakh എങ്കിലും വരും. ഓക്കെ, 1 lakh 2 lakh റുപ്പീസൊക്കെ എങ്ങനെയായാലും വരും. ഒരു വർഷം ടോട്ടൽ നമ്മൾ 1000 2000 ഒക്കെ വെച്ച് ഡെപ്പോസിറ്റ് ചെയ്ത് നിങ്ങളുടെ ടോട്ടൽ ഡെപ്പോസിറ്റ് ഒരു വർഷത്തിൽ ഡ്രീം ലോൺ എടുത്ത് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര രൂപ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നുണ്ടെന്ന്. ഓക്കെ, അപ്പം നോക്കിക്കഴിഞ്ഞാൽ ഐഫോൺ വരെ ഉണ്ട് ഇതിൽ. 1,50,000 കോയിൻ എപ്പോൾ ആവുന്നു അപ്പോൾ നിങ്ങൾക്ക് ഐഫോൺ ഇതിൽ നിന്ന് വാങ്ങിക്കാം. എനിക്കിപ്പോൾ 2510 കോയിൻസ് ഉണ്ട്. അതായത് ഞാൻ ടോട്ടൽ 2510 റുപ്പീസ് ആഡ് ചെയ്തപ്പോൾ എനിക്ക് അത്രയും ഷോപ്പിംഗ് കൂപ്പണും കിട്ടി. അതേപോലെ ഫാൻറ്റസി കളിക്കാനുള്ള ക്യാഷും കിട്ടി. ഇത് ഒറ്റയടിക്ക് ഡെപ്പോസിറ്റ് ചെയ്തില്ല, പല തവണ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്ത ടോട്ടൽ എമൗണ്ടാണ്. ഓക്കെ, ആ ഷോപ്പിംഗ് വൗച്ചർ അവിടെ കിടക്കുന്ന എക്സ്പയർ ഒന്നും ആകത്തില്ല തൽക്കാലം. ഇനി അതിന് എക്സ്പയറി ഭാവിയിൽ വരുമോ എന്നുള്ള കാര്യം എനിക്കറിയത്തില്ല. ഓക്കെ, സോ ഇത്രയും സംഭവങ്ങളാണ് ഇവിടെ ഉള്ളത്. അതേപോലെ ആപ്പിൾ ഐപോഡ് ഉണ്ട് 75,000. 59,000 നത്തിങ് ഫോണുണ്ട്. അതേപോലെ 45,000 വാഷിംഗ് മെഷീനുണ്ട്. വാഷിംഗ് മെഷീൻ ഒന്നും ഇല്ലാത്തവർ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി ഇത്രയും രൂപ ഒരു IPL സീസൺ കഴിയുമ്പോഴേക്കൊക്കെ ഇത്രയും ഡെപ്പോസിറ്റ് ആവും. അത്രയും ഡെപ്പോസിറ്റ് ആകുമ്പോൾ എന്ത് ചെയ്യുക? ഡയറക്റ്റ്ലി വാഷിംഗ് മെഷീനും വാങ്ങിക്കുക, ആ ക്യാഷും കൊണ്ട് ഫാൻറ്റസി കളിക്കുകയും ചെയ്യുക. ഓക്കെ, ഫോണാണെങ്കിലും ഉണ്ട്. ജിയോ ബുക്കുണ്ട്. IPL ടിക്കറ്റ്സ് ഉണ്ട് 25,000. അങ്ങനെ ഒരുപാട് സാധനങ്ങൾ. കുറഞ്ഞ എമൗണ്ടിൻ്റെ ഉണ്ട്. 16,000 ഗോൾഡ് കോയിൻ ഉണ്ട്. താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഷോപ്പിംഗ് സംഭവം എന്ന് പറയുന്നത് കഴിഞ്ഞാൽ. അതായത് കോൺസെപ്റ്റ് സിമ്പിളാണ്. എത്ര ക്യാഷ് ആഡ് ചെയ്യുന്നു അത്രയും ഷോപ്പിംഗ് വൗച്ചറും കിട്ടും. അതേപോലെ അത്രയും തന്നെ ഫാൻറ്റസി കളിക്കാനുള്ള ക്യാഷും കിട്ടും. ഇതാണ് ഷോപ്പിംഗ് ക്രെഡിറ്റ്. ഓക്കെ, ടോട്ടൽ ഇപ്പം ഞാൻ 507 രൂപ ആഡ് ചെയ്ത് എനിക്ക് 507 കൂടി ഇവിടെ എക്സ്ട്രാ വരും. ഞാനിപ്പോൾ എത്ര ടോപ്പപ്പ് ചെയ്യുന്നോ അത്രയും രൂപ എനിക്ക് ഫാൻറ്റസി കളിക്കാൻ ഇവിടെ കിട്ടുകയും ചെയ്യും. ഷോപ്പിംഗ് ക്രെഡിറ്റും കിട്ടും. ഡബിൾ ബെനിഫിറ്റാണ്. ഇത് ക്യാഷ് വിന്നിങ്സ്. നമ്മൾ എത്ര രൂപ വിൻ ചെയ്യുന്നോ അത് ഇവിടെ വരും. അത് ഡയറക്റ്റ്ലി ബാങ്കിലേക്ക് വിഡ്രോ ചെയ്യാം. ഇതാണ് ഗെയിം ടോക്കൺ. അതായത് നമ്മുടെ എൻട്രി ഫീ പോലെ തന്നെ. ഒരു കോൺടെസ്റ്റിൽ 507 എന്ന് പറഞ്ഞാൽ 507 രൂപ ഒക്കെയാണ് അതിൻ്റെ വാല്യൂ. 11 ഗെയിം ടോക്കൺസ് എന്ന് പറഞ്ഞാൽ 11 രൂപ, അത്രയേ ഉള്ളൂ. ഗെയിം ടോക്കൺസ് എന്ന് പറഞ്ഞാൽ ഗെയിം കളിക്കാൻ വേണ്ടി മാത്രം യൂസ് ചെയ്യാം. അതായത് നമ്മുടെ ഫാൻറ്റസി കളിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്യാഷ് വിന്നിങ്സ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ്ലി ബാങ്കിലേക്ക് വിഡ്രോ ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കോൺസെപ്റ്റ്. ഇപ്പോൾ ടോട്ടൽ ഞാൻ ഇതിലൊരു 7-8 IPL മാച്ച് കളിച്ചിട്ടുണ്ട്. ഒരൊറ്റ മാച്ച് പോലും ഇതുവരെ ലോസ് ആയിട്ടില്ല. ഓക്കെ,
7-8 IPL മാച്ചസിൽ 7-8 IPL മാച്ചസ് കളിച്ചിട്ട് സീറോ ലോസാണ് ഇത്രയും മാച്ചസിൽ ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ എനിക്ക് എന്താണ് ഡബിൾ ബെനിഫിറ്റാണ്. കുറേ എമൗണ്ട് ഞാൻ വിഡ്രോ ചെയ്തിട്ടുണ്ട്. ഓൾമോസ്റ്റ് ഒരു 3,000-4,000 വിഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടൽ നോക്കി കഴിഞ്ഞാൽ എൻ്റെ ഷോപ്പിംഗ് ക്രെഡിറ്റ്സ് അവിടെ ഉണ്ട്. ഞാൻ ആഡ് ചെയ്ത് എനിക്ക് ക്യാഷ് വിഡ്രോ ചെയ്തെടുക്കുകയും ചെയ്യാം. ഓക്കെ, അതാണ് ഗെയിം. അപ്പോൾ ഇവിടെ പോയി കഴിഞ്ഞാൽ നമ്മൾ ഫാൻറ്റസി മാത്രമാണ് കളിക്കുന്നത്. ഫാൻറ്റസി നോക്കി കഴിഞ്ഞാൽ ജംബോ ഫാൻറ്റസി എന്ന് പറയുന്ന സംഭവം മാത്രമാണ് നമ്മൾ കളിക്കുന്നത്. ഈ ലെവലപ്പ്, ലുഡോ, ജാക്ക്പോട്ട് ഇതിലൊന്നും പോകരുത്. ഓക്കെ, അപ്പോൾ ജംബോ ഫാൻറ്റസി ഓപ്പൺ ചെയ്തു. പ്ലീസ് വെയിറ്റ്. ഓക്കെ, അത് ഓപ്പണായി. അപ്പോൾ ഇവിടെ നമുക്ക് മാച്ചസ് കാണാൻ പറ്റും. നമ്മൾ നോർമൽ ഡ്രീം 11 പോലെ മാച്ചസ് കാണാൻ സാധിക്കും. ഡ്രീം 11 പോയിന്റ് സിസ്റ്റമാണ്, പക്ഷേ വിക്കറ്റിന് 25 പോയിൻറ്റ്സേ ഉള്ളൂ, 30 പോയിൻറ്റ്സ് ഇല്ല. അതാണ് ഞാൻ പറയുന്നത്. സോ ഞാൻ തരുന്ന ടീം ദയവ് ചെയ്ത് ജംബോയ് മാത്രം യൂസ് ചെയ്ത് വേറെ ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യാതിരിക്കുക. ബാംഗ്ലൂർ പഞ്ചാബ് മാച്ച് ഓപ്പൺ ചെയ്തു. യു ക്യാൻ സീ എ ലോട്ട് ഓഫ് കോൺടെസ്റ്റ് ഹിയർ. 39 റുപ്പീസിന് മെഗാ ഗ്രാൻഡ് ലീഗ് ഉണ്ട്. അതേപോലെ ഹെഡ് ടു ഹെഡ് 3 മെമ്പർ ലോവസ്റ്റ് കമ്മീഷനാണ്. 10% കമ്മീഷൻ മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷനിലുള്ളൂ. ബാക്കി ആപ്സിനൊക്കെ ഡ്രീം 11നെക്കാട്ടി എൻട്രി ഫീ കുറവാണ്. ഓക്കെ, ഇവിടെ 25 സ്പോട്ടിൻ്റെ 11 ഇത് നല്ലൊരു കോൺടെസ്റ്റാണ്. കളിക്കുന്നവർ ഇത് കളിക്കുക. ഇത് ബെസ്റ്റ് കോൺടെസ്റ്റാണ്. അതുപോലെ 17ൻ്റെ നല്ല കോൺടെസ്റ്റാണ്. 10 റുപ്പീസിൻ്റെ എപ്പോഴും ഡബിൾ പ്രോഫിറ്റ് കിട്ടുന്നു. ഞാൻ ഇതുവരെ ഇത്രയും മാച്ച് കളിച്ചിട്ടുള്ളത് എല്ലാത്തിനും ഡബിൾ അല്ലെങ്കിൽ ട്രിപ്പിൾ പ്രോഫിറ്റ് കിട്ടിയിട്ടുള്ള കോൺടെസ്റ്റാണ് 10 റുപ്പീസിൻ്റെ. അത് അങ്ങനെ ഒരു 25 മെമ്പർ അല്ലെങ്കിൽ 13 മെമ്പേഴ്സ് ഉള്ള പല കോൺടെസ്റ്റുണ്ട്. നമുക്ക് എൻട്രി ഫീസ് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം. 6 റുപ്പീസ് തൊട്ടുള്ള കോൺടെസ്റ്റ് ഉണ്ട്. ഓക്കെ, സോ ജസ്റ്റ് ലോ എൻട്രി ഫീസാണ്. ഇതിനകത്ത് കളിക്കുക. മണി ലോസ് ആയി കഴിഞ്ഞാൽ ഷോപ്പ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് വിൻ ചെയ്ത് കഴിഞ്ഞാൽ ക്യാഷും വിഡ്രോ ചെയ്യാം, ഷോപ്പിംഗ് ചെയ്യാം. സോ ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല. ഇവർ ഈ ഒരു ഷോപ്പിങ്ങിൻ്റെ കോയിൻസിൻ്റെയൊക്കെ ഒരു വാല്യൂ കുറയ്ക്കുന്നതിന് മുന്നേ തന്നെ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഓക്കെ, സോ ബാക്കി എല്ലാ ഫാൻറ്റസി ആപ്ലിക്കേഷൻസും മാറ്റി വെച്ചിട്ട് ഇതിൽ മാത്രം കളിക്കുക. ബിക്കോസ് അറ്റ്ലീസ്റ്റ് ലോസ് ആയി കഴിഞ്ഞാൽ ഷോപ്പെങ്കിലും ചെയ്യാം. ഓക്കെ, ഹയസ്റ്റ് റിവാർഡ് എയിം ചെയ്ത് കളിക്കുക. അതായത് ഒരു ടോപ്പിലൊരു തായ്ലൻഡ് ട്രിപ്പ് അല്ലെങ്കിൽ അങ്ങനെ ഒരു 1 lakh കോയിൻസ് ഒക്കെ വരുമ്പോൾ കിട്ടുന്നത് എയിം ചെയ്ത് കളിക്കുക. ചെറിയ ചെറിയ പ്രോഡക്റ്റ്സ് ഒന്നും ഞാൻ അങ്ങനെ വാങ്ങിക്കാറില്ല. ഞാനൊരു ടോപ്പ് എയിം ചെയ്തിട്ട് തന്നെയാണ് കളിക്കുന്നത്. ഓക്കെ, സോ ഓൾ ദ ബെസ്റ്റ്. ഈ ഒരു ആപ്ലിക്കേഷനിൽ കളിക്കുക. വൺ ഓഫ് ദ ബെസ്റ്റ് ആപ്ലിക്കേഷൻ ഇതാണ്. അതായത് പ്ലേയിങ് ക്രെഡിറ്റ്സ്, പ്ലേയിങ് കോയിൻസ്. ഓക്കെ, അതായത് 17 പ്ലേയിങ് കോയിൻസ് എന്ന് പറഞ്ഞാൽ 17 റുപ്പീസ് അത്രേ ഉള്ളൂ. സോ ഇതാണ് കോൺസെപ്റ്റ്. ഓൾ ദ ബെസ്റ്റ്.